പൊറാട്ടയും മടക്ക് ചപ്പാത്തിയാണ്. ഇപ്പോൾ ഞാൻ ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇതൊക്കെ ഉണ്ടാക്കിയത് ഇപ്പോൾ ഞാൻ വീഡിയോ ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് പൊറാട്ടൻ്റെ കൂടെ കഴിക്കാനുള്ളതാണ്. അങ്ങനെയും കഴിക്കാം. ഇത് കുമ്പളം കൊണ്ട് ബർഫി ഉണ്ടാക്കിയതാണ്. ഈ ബർഫി ബ്രെഡിൻ്റെ ഉള്ളിൽ വെച്ച് റോസ്റ്റ് ചെയ്യാനും ഒക്കെ പറ്റുന്നതാണ്. ഇതൊക്കെ നിങ്ങൾ ലോഡ് ചെയ്തിട്ടുണ്ട്, അത് കാണുക. പൊറാട്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ അരമണിക്കൂർ മുന്നേ കുഴച്ച് വെച്ചതാണ്. അത് പെട്ടെന്ന് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഇതൊരു മണിക്കൂർ കഴിക്കണം. അരമണിക്കൂർ കൊണ്ട് അല്ലെങ്കിൽ 10 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നേരെ ചുടുവെള്ളം കൊണ്ട് കുഴക്കുക. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. ഇത് അടിക്കൊന്നും വേണ്ട. പൊറാട്ട അടിക്കാൻ അറിയില്ല വിചാരിച്ച് പൊറാട്ട ഉണ്ടാക്കാതെ കണ്ട. പൊറാട്ട അടിക്കാതെ ഉണ്ടാക്കാം. നല്ല നൈസായിട്ട് പരത്തിയാൽ മതി. നല്ലോണം എണ്ണ അങ്ങനെ ഒഴിച്ച് വെക്കുക. അങ്ങനെ മറിച്ചിട്ടിട്ട് ഈ സൈഡിലും എണ്ണ നല്ലോണം ഒഴിക്കുക. ഇങ്ങനെ ജസ്റ്റ് പിടിച്ചാൽ മതി. നെറിയണ പോലെ ഇങ്ങനെ ജസ്റ്റ് പിടിച്ച് ഇങ്ങനെ വെല്ലനെ അമർത്തി ഇതാക്കരുത്. എന്നിട്ട് ഇങ്ങനെ ചുറ്റി കൊടുക്കുക. ഈ പൊറാട്ടൻ്റെ അതേ ടേസ്റ്റ് കിട്ടും. മടക്ക് ചപ്പാത്തിയാണ്. അതേ മാവ് തന്നെ എടുത്തിട്ട് ഇങ്ങനെ പരത്തുക. നല്ല പൊറാട്ടൻ്റെ പോലെ അടുക്കും, ടേസ്റ്റും ഉണ്ടാവും. പിന്നെ അടിക്കും വേണ്ട. പൊറാട്ടൻ്റെ കാട്ടി ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. അത് ഇതേമാതിരി എണ്ണ നല്ലോണം കടവി കൊടുക്കുക. എന്നിട്ട് ഇതിങ്ങനെ മടക്കുക. അങ്ങനെ മടക്കിയിട്ട് ഇവിടെ എണ്ണ തേക്കുക. വീണ്ടും ഇങ്ങനെ മടക്കി കൊടുക്കുക. ഇവിടെ കുറച്ചുകൂടി എണ്ണ തേച്ച് ഇങ്ങനെ മടക്കുക. ഇങ്ങനെ മടക്കുക. ഇതിഞ്ഞി ജസ്റ്റ് പരത്തിയാണ്ട് ചുട്ടാൽ മതി. അങ്ങനെ ഇവിടെ ഞാൻ 4 ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഭയങ്കര അമർത്താതെ ജസ്റ്റ് ഇങ്ങനെ ഇതാക്കി കൊടുക്കുക. പൊറാട്ട ചൂടാൻ ജസ്റ്റ് ആക്കിയാൽ മതി. നല്ല നന്നാവും പൊറാട്ട. ആദ്യത്തേത് വേഗം മറിച്ച് കൊടുക്കണം. മാവ് കൊണ്ട് മടക്ക് ചപ്പാത്തിക്ക് എന്ന് പറഞ്ഞ് ഞാൻ പരത്തി കാണിച്ചെന്ന സാധനമാണ്. അത് ഒരു 10 മിനിറ്റ് വെച്ചതാണ്. ഇത് ഇനി ഇങ്ങനെ ജസ്റ്റ് ചതുരത്തിലായിരിക്കും ഇത് വരിക. ഇതിൻ്റെ മോഡൽ അങ്ങനെയാണ്, ചതുരത്തിൽ. ഇങ്ങനെയാണ് ഇത് പറ്റുക. അത് ഇതിലേറെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. പൊറാട്ടിനും കാട്ടി എളുപ്പമാണ്. അതിന് ചുട്ടെടുക്കണേ. പൊറാട്ട പോലെ തന്നെയാണ് ഇത് ചുട്ടെടുക്കാനും. പൊറാട്ടൻ്റെ പോലെ അടിക്കാൻ നിൽക്കണ്ട. വേഗം നമുക്ക് പിന്നെ ഉണ്ടാക്കാനും പറ്റും. ഇത് ഇതേമാതിരി ഒറ്റ പൊള്ളനായി വരും. ഇവിടുക്കൊണ്ട് വെക്കാണ്ടിട്ടാണ്. അപ്പോൾ നമ്മളെ പൊറാട്ട 4 പരത്തിയിരുന്നു. അപ്പോൾ 4 ചുട്ടും പൊറാട്ടയും മടക്ക് ചപ്പാത്തിയും റെഡി ആയി കഴിഞ്ഞു. ഇത് ഗോതമ്പ് മാവിലും ഉണ്ടാക്കാം. പക്ഷേ ഇതിൻ്റെ അത്ര ഒരു ടേസ്റ്റ് കിട്ടില്ല. റെഡി ആയതാണ്. നമുക്ക് പൊറാട്ട അടിച്ചെടുക്കാം.
4 വെച്ചടിച്ചതാണ്. അപ്പം ഇങ്ങനെ തിരിച്ചിട്ടു, മറിച്ചിട്ട് ഇതിൻ്റെ അടിയിലുള്ളതും തിരിച്ചിട്ട് കൊടുക്കുക. അതാ നല്ല പൊറാട്ട റെഡി ആയി കഴിഞ്ഞു. ഇത് ഇങ്ങനെ ചൂടാറിയതിൻ്റെ ശേഷം ഫ്രിഡ്ജിൽ വെച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്ന് പൊറാട്ട വേണമെന്നുണ്ടെങ്കിൽ പൊറാട്ട എടുക്കുക, കുറേശ്ശെ വെള്ളം കൊടിയുക, എന്നിട്ട് ആവിയിൽ വെക്കുക. അപ്പോൾ നല്ല സോഫ്റ്റായിട്ടുണ്ടാവും. കുറേശ്ശെ വെള്ളം കൊടിയുക 2 സൈഡിലും, എന്നിട്ട് ആവിയിൽ വെച്ച് ചൂടാക്കിയാൽ നല്ല പൊറാട്ടയായി കിട്ടും. ഇത് നമ്മളെ മട്ട ചപ്പാത്തി. ഇത് അടിക്കൊന്നും വേണ്ട. ഇതിങ്ങനെ അടുക്കടുക്കായിട്ട് ഉണ്ടാവും. പൊറാട്ടനും കാട്ടി സോഫ്റ്റ് ആയിരിക്കും. അടുക്കടുക്കായിട്ട് ഇതാ ചെറിയ അടുക്കടുക്കായിട്ട് നല്ല ഇതായി കിട്ടും ചെയ്യും. അടിക്കും വേണ്ട, പൊറാട്ടൻ്റെ അതേ ടേസ്റ്റ് അതിനും കിട്ടും. പൊറാട്ടൻ്റെ അത്ര ഇതുണ്ടാവും. ഞാൻ വെച്ച് നോക്കിയിട്ടില്ല. ഇത് പൊറാട്ടൻ്റെ മാതിരി ഫ്രിഡ്ജിൽ വെച്ച് കണ്ട് ആവിക്ക് വെച്ച് ഞാൻ നോക്കിയിട്ടില്ല. പക്ഷെ പൊറാട്ട ഞാൻ ചെയ്യണതാണ്. കുറച്ച് വെള്ളം തെളിക്കണം മാത്രം. ഇത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക്സ്.